السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ചിട്ടുള്ള അൽ ഉസൂലു സലാസ എന്ന ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 3 ചോദ്യങ്ങളാകുന്ന ഇസ്ലാമിൻ്റെ അടിത്തറകൾ: ആരാണ് റബ്ബ്, ഏതാണ് നമ്മുടെ ദീൻ, ആരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 3 അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന റിസാലയുടെ അവസാന ഭാഗത്തെ വിശദീകരണത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഴുവൻ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയുക്തനായ റസൂലാണ് എന്നതും, അതിനുള്ള തെളിവുകളും മനുഷ്യരിലേക്ക് മാത്രമല്ല അവിടുന്ന് ജിന്നുകളിലേക്കും നിയുക്തനായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനറിയിക്കുന്ന തെളിവുകളും, അതുപോലെ തന്നെ അവിടുത്തെ മരണത്തോടുകൂടി ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു എന്നതും, പരിപൂർണമായ ദീനിൽ ഇനി ഒരു നന്മയും കൂട്ടിച്ചേർക്കാനില്ല, അതിലെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ പുണ്യമായോ നന്മയായോ സൽക്കർമ്മമായോ ആരെങ്കിലും എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത 14 പാരമ്പര്യത്തിന് തെളിവില്ലാത്ത എന്തെങ്കിലും ദീനിൽ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് വഴികേടാണ്, അത് നരകത്തിലേക്കുള്ള മാർഗമാണ് എന്നതും വിശദമായി നമ്മൾ പറഞ്ഞു. ബിദ്അത്തിന്റെ അപകടങ്ങളും മറ്റും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എത്തി നിന്ന ഭാഗം. റിസാല കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നു, അല്ലാഹു ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനുള്ള തെളിവ് സൂറത്തുൽ മാഇദയിലെ ആയത്ത് അദ്ദേഹം കൊണ്ടുവന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ശേഷം അദ്ദേഹം പറഞ്ഞു, അവിടെ വരെയാണ് നമ്മൾ വിശദീകരിച്ചത്. വദ്ദലീലു അലാ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെയാണ് അല്ലാഹു ദീൻ പൂർത്തീകരിച്ചത്. അപ്പോൾ അവിടുന്ന് മരിച്ചിരിക്കുന്നു. എന്താണ് അവിടുന്ന് മരിച്ചതിനുള്ള തെളിവ്? അവിടുത്തെ മരണത്തിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. സൂറത്തു സുമറിലെ 30-31 ആയത്തുകളാണ്. നബിയെ, താങ്കൾ മരിക്കുന്നവനാണ്, ഇവരും സകല മനുഷ്യരും മരിക്കുന്നവരാണ്. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പിന്നീട് നിങ്ങൾ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, തങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമെന്നത് ഈ ഉമ്മത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ്. നാം ഒരു മുസ്ലിമാണോ, നാം ഒരു മുഅ്മിനാണോ, നമ്മുടെ മനസ്സിൽ നമുക്ക് ദുനിയാവിൽ നേരിട്ടിട്ടുള്ള എന്തു നഷ്ടത്തെക്കാളും, എന്തു ദുരന്തത്തെക്കാളും, എന്തു പ്രയാസത്തെക്കാളും, പരീക്ഷണത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, അവിടുത്തെ മരണം കൊണ്ടുള്ള നഷ്ടം നമുക്ക് വലുതായി തോന്നിയിട്ടില്ലെങ്കിൽ നമ്മളൊരു യഥാർത്ഥ മുഅ്മിനല്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, അതിന്റെ അളവ് എത്രയാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്? സ്വന്തം നഫ്സിനേക്കാൾ, താൻ ഇഷ്ടപ്പെടുന്ന, തനിക്ക് പ്രിയമുള്ള എന്തിനേക്കാളും ആരെക്കാളും, സ്വന്തം നഫ്സിനേക്കാളും. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വദേഹങ്ങളെക്കാൾ അടുത്തവനാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ലാ യുഅ്മിൻ, അവൻ പരിപൂർണ്ണ മുഅ്മിനാകുകയില്ല എന്നതാണ്. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കാൾ, ബന്ധുജനങ്ങളെക്കാൾ, മറ്റാരെക്കാളും, സ്വന്തത്തെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല. ഈ ഹദീസിന് മറ്റൊരർത്ഥമുണ്ട്, ശ്രദ്ധിക്കണേ. ഈ ഹദീസിന്റെ നേർക്കുനേരുള്ള അർത്ഥം നമുക്കറിയാം. ഈ ഹദീസിനെ വിശദീകരിക്കവേ ഇതിന്റെ മഫ്ഹൂം മുഖാലഫയായി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, അവിടുത്തെ വിയോഗം മറ്റാരുടെ മരണത്തെക്കാളും മറ്റെന്തു നഷ്ടത്തെക്കാളും ഏറ്റവും വലിയ ദുരന്തവും നഷ്ടവുമായി തോന്നാത്തിടത്തോളം ഒരാളുടെ ഈമാൻ പൂർത്തിയാകുകയില്ല എന്നാണ്. നബിയോടുള്ള സ്നേഹം മറ്റാരോടെക്കാളുമുള്ള സ്നേഹത്തെക്കാൾ മികച്ചതാകും വരെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല എങ്കിൽ നബിയെ കൊണ്ടുള്ള നഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാകുന്ന മുസീബത്ത് ഏറ്റവും വലിയ മുസീബത്തായി തോന്നാത്തിടത്തോളം ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസാബ അഹദകും മുസീബത്തുൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസാഇബ്. നിങ്ങളിൽ ആർക്കെങ്കിലും ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ, എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ, മുസീബത്തുണ്ടായാൽ, എന്റെ മരണം കൊണ്ടവർക്കുണ്ടായ മുസീബത്തിനെ അവർ ഓർക്കട്ടെ. എന്റെ മരണത്താൽ അവർക്കുണ്ടായ നഷ്ടം അവർ ഓർക്കട്ടെ. എങ്കിൽ അവരെ ബാധിച്ച എന്തു വലിയ ദുരന്തമാണെങ്കിലും, എന്തു വലിയ നഷ്ടമാണെങ്കിലും അവർക്ക് ചെറുതായി തോന്നും. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്നാണ്. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസാഇബ്. കാരണം ദുനിയാവിൽ നമുക്ക് ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം, മുസീബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. അതുകൊണ്ട് എന്തു പ്രതിസന്ധി ദുനിയാവിൽ ഉണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ, നമുക്കിടയിൽ അവിടെ നിന്നും ജീവനോടെ ഇല്ലല്ലോ എന്ന നഷ്ടബോധം നമ്മെ അലട്ടിയാൽ ദുനിയാവിൽ എന്തു പ്രയാസവും ഒരു പ്രയാസവുമല്ലാതെ മാറും. ആ നബിയുടെ ജീവിതത്തിൽ പകർത്തി സ്വർഗത്തിൽ അവിടുത്തോടൊപ്പം മരിക്കാതെ ജീവിക്കാൻ നമ്മൾ മോഹിച്ച് പണിയെടുക്കും ദുനിയാവിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടത് നമുക്കറിയാം ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും പണ്ഡിതന്മാരുടെ പ്രബല അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12-നാണ്. ഒരു തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് മരിച്ചത്. ഉച്ചയോടടുത്ത സമയം, ളുഹ, ശക്തമായ സമയം, അതായത് പകലിന്റെ പീക്ക് ടൈം, ആ ദുഹാ സമയത്താണ് അവിടുന്ന് മരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച പകലിൽ അവിടുന്ന് മരിക്കുന്നു. ചൊവ്വാഴ്ച പകലിൽ അവിടുത്തെ കുളിപ്പിക്കുന്നു. അവിടുത്തെ മയ്യിത്ത് സ്വഹാബത്ത് കുളിപ്പിക്കുന്നു. പിന്നീട് ബുധനാഴ്ച രാവിൽ, അതായത് ചൊവ്വാഴ്ച രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടുന്നു. ഇതാണ് പ്രബലമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച തിങ്കളാഴ്ച ദിവസം തന്നെ അവിടുത്തെ മറമാടിയിട്ടില്ല. ചൊവ്വാഴ്ച പകലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയിട്ടില്ല. ചൊവ്വാഴ്ച പകലിലാണ് മറമാടിയത് എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അതിനേക്കാൾ ശക്തമായ തെളിവുകൾ കൊണ്ട് പിൻബലം നൽകുന്ന അഭിപ്രായം ചൊവ്വാഴ്ച രാത്രി, അതായത് ബുധനാഴ്ച രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയത്. എന്തുകൊണ്ടാണ് നബിയുടെ ജനാസ മറമാടാൻ ഇത്രയും വൈകിയത്? അതിന് അനേകം കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വഹാബത്തിനിടയിൽ ഒരു നബി ജീവിച്ചു മരിച്ചത് അവരുടെ ആദ്യത്തെ അനുഭവമാണ്. പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ മാനസിക നില, തെറ്റിയ അവസ്ഥ നമുക്കറിയുന്ന വ്യക്തമായ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. അവിടുന്ന് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇതാ എന്റെ ഈ വാൾ കൊണ്ട് അവന്റെ തല ഞാൻ അറുക്കും എന്ന് ശബ്ദിച്ചു. ഒരു കുട്ടിയെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഉൾക്കൊള്ളാനാകാതെ അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റി. സ്വഹാബത്തിൽ ചിലർക്ക് മിണ്ടാട്ടം മുട്ടിയെന്നാണ്. അവർ മൗനികളായി. പലർക്കും ശരീരത്തിൽ ശക്തി ക്ഷയിച്ചതുപോലെ ഒരു അടി പോലും നടക്കാൻ ചലിക്കാൻ കഴിയാതെ അവർ സ്തബ്ധരായി, പരിഭ്രാന്തരായി. പലരുടെയും മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആഗമനം മദീനയിലുണ്ടായപ്പോൾ മദീനയിലെ സർവ്വചരാചരങ്ങളുടെയും അന്തരംഗം പ്രകാശപൂരിതമായി. മദീന പ്രകാശം കൊണ്ട് തിളങ്ങി. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സകല ചരാചരങ്ങളുടെയും പ്രകാശം കെട്ടുപോയി. അപ്പൊ സ്വഹാബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണം ഉൾക്കൊള്ളാൻ തന്നെ സ്വഹാബത്തിന് സമയം വേണ്ടി വന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ അവരത് ബോധ്യപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഒരു നബി മരിച്ചാൽ ആ നബിയുടെ ജനാസ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവിടുത്തെ എവിടെ മറമാടണം എന്നത് അവർക്കിടയിൽ ചർച്ചയായി. നബിയുടെ ജനാസ മറമാടാൻ വൈകാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിന്റെ നായകത്വം ആര് വഹിക്കും? ആര് ഖിലാഫത്ത് ഏറ്റെടുക്കും? ഖലീഫ ഇല്ലാതെ മുസ്ലിം ഉമ്മത്ത് നയിക്കപ്പെടാൻ പാടില്ല. അപ്പൊ ആര് ഖലീഫയാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടില്ല. സൂചനകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നീണ്ടിട്ടുണ്ടെങ്കിലും നബി ജീവിച്ചിരിക്കെ തന്നെ നബി രോഗശയ്യയിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി നബി ഏൽപ്പിച്ചു. അതൊരു സൂചനയാണ്. ഇങ്ങനെ സൂചനകൾ മാത്രമാണുള്ളത്. അപ്പൊ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, സകല സ്വഹാബത്തിനും, ജസീറത്തുൽ അറബിന്റെ വിവിധ പ്രദേശങ്ങളിലെ സ്വഹാബത്ത് എല്ലാവർക്കും നബിയുടെ ജനാസ നിസ്കരിക്കാനുള്ള സാവകാശം വേണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആശയക്കുഴപ്പവും സംശയവും നിലനിന്നിരുന്ന ഒരുപാട് മസലകളുണ്ട്. ഇതിലൊക്കെ തീർപ്പാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറമാടാൻ അതിനുവേണ്ടിയാണ് ആ ഒരു സാവകാശം എടുത്തത് കൊണ്ടാണ് വൈകിയത് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പലർക്കും ആശങ്കയുണ്ടാകും, നബിയുടെ ഭൗതിക ശരീരം സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജീർണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ മരിച്ചതിന് ശേഷം ഇത്രയും വൈകിപ്പിച്ചാൽ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ലേ? പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള ഫ്രീസർ സിസ്റ്റം ഒന്നില്ലല്ലോ. പണ്ഡിതന്മാർ അതിനുവരെ മറുപടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം, സകല അമ്പിയാക്കളുടെയും ഭൗതിക ശരീരം മറ്റു മനുഷ്യരുടെ ഭൗതിക ശരീരം പോലെയല്ല. അത് ജീർണിക്കുകയില്ല, മണ്ണതിനെ തിന്നുകയില്ല. ഹദീസിൽ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്ന വേളയിൽ, സഹാബത്ത് അവിടുത്തെ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട് ആ കൂട്ടത്തിൽ. നബിയുടെ മരുമകനാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചപ്പോൾ മറ്റു മനുഷ്യർ മരിച്ചാൽ അവരുടെ മയ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങൾ, ദുർഗന്ധങ്ങളൊന്നും നബിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടില്ല. അലി റളിയല്ലാഹു അൻഹു തിബ്ത ഹയ്യൻ വ മയ്യിതൻ, അല്ലാഹുവിന്റെ റസൂലേ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും താങ്കൾ എത്ര പരിശുദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിനെ നോക്കി അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചാലുണ്ടാകുന്ന സ്വാഭാവികതകളുടെ ഭാഗമായി മൃതശരീരത്തിനുണ്ടാകുന്ന ജീർണതകളോ മാലിന്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബാധകമല്ല. അത് അവിടുത്തെ പ്രത്യേകതയാണ്. അമ്പിയാക്കളുടെ ശരീരം അങ്ങനെ ജീർണിക്കുകയില്ല. അപ്പൊ ആ ആശങ്കകൾക്കും പഴുതില്ല. അപ്പൊ ഇത്രയും മസ്ലഹത്തുകൾ മുൻനിർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറമാടാൻ സാവകാശം എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്ക് സംശയമുണ്ട്, ജനാസ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറമാടലാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബിയാണ്, റസൂലാണ്, അവിടുത്തെ ജനാസ അത് മറമാടാൻ അല്പം വൈകിയതിൽ ഇത്രയും മസ്ലഹത്തുകളുണ്ട്. അങ്ങനെ അവിഭാജ്യമായ മസ്ലഹത്തുകൾ ഉണ്ടെങ്കിൽ ജനാസ മറമാടുന്നത് വേണമെങ്കിൽ പിന്തിക്കാം എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് അവിടുന്ന് മറമാടി. അവിടത്തേക്ക് മരിക്കുമ്പോൾ വയസ്സ്
63 വയസ്സായിരുന്നു. ഇതേ വയസ്സിൽ തന്നെയാണ് അവിടുത്തെ സാഹിബുകളായിരുന്ന, അവിടുത്തെ ഖബറിന്റെ ചാരത്ത് മറമാടപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും മരണപ്പെട്ടത് ഇതേ വയസ്സിലായിരുന്നു. 63-ാമത്തെ വയസ്സിലാണ്. മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, നബി മരിച്ച അതേ വയസ്സിൽ തന്നെയാണ് അവിടുത്തെ സാഹിബുകളായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എവിടെയാണ്? നബിയുടെ ഖബർ മസ്ജിദിലാണോ? നബിയുടെ ഖബർ പണിത് അതിന്റെ പേരിൽ മസ്ജിദ് ഉണ്ടാക്കിയതാണോ? ഖബറിനകത്താണോ നബിയുടെ മസ്ജിദ്? ഒരിക്കലുമല്ല. ഹദീസുകളിൽ കാണാം, അമ്പിയാക്കൾ എവിടെയാണ് മറമാടേണ്ടത്? അവരെവിടെയാണോ മരിച്ചത് അവിടെ തന്നെ. എവിടെയാണ് അവർ മരിച്ചത് അവിടെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അറയിലാണ്, വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊണ്ടത് ആയിഷ ബീവിയുടെ വീട്ടിലെ കട്ടിലിലാണ്. സ്വഹാബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിൽ ആ സ്ഥാനത്ത് നീക്കി അവിടെ ഖബർ കുഴിച്ചു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയിട്ടുള്ളത്. പിന്നീട് മസ്ജിദ് നബവിയുടെ വികസനത്തിന്റെ ഭാഗമായി അത് വികസിച്ചപ്പോൾ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് ഖബറായിപ്പോയി എന്നതാണ്. ആ ഖബറിന് ചുറ്റുമല്ല കുബ്ബയുള്ളത്. ആ ഖബറിന് ചുറ്റും ആ ഖബറിലേക്ക് അടുക്കാതിരിക്കാൻ മതിൽക്കെട്ടുകളുണ്ട്, ഭദ്രമായ സുരക്ഷിത കവചങ്ങളുണ്ട്. പിന്നീട് തുർക്കികൾ ഭരണം കയ്യാളിയപ്പോൾ, ഉസ്മാനി ഖിലാഫത്ത് ഉണ്ടായപ്പോൾ, അപ്പോഴാണ് അവിടെ ഈ കാണുന്ന രൂപത്തിലുള്ള പരിവർത്തനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിനകത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ ബിയുടെ വീട്ടിലാക്കിയത്? ആയിഷ ബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, സ്വഹാബത്തിന്റെ ഖബർ അധികവും ബഖീഇലാണ്. അതുപോലൊരു പൊതു ശ്മശാനത്തിൽ, ഖബർസ്ഥാനിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആക്കിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ. അല്ലാഹു എന്റെ ഖബർ ആളുകൾ എപ്പോഴും ഇങ്ങനെ സന്ദർശനം നടത്തുന്ന, ആവർത്തിച്ച് സിയാറത്ത് ചെയ്യുന്ന ഒരു കേന്ദ്രമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമായി എന്റെ ഖബറിനെ മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്കെല്ലാം യഥേഷ്ടം വന്ന് കാണാനും സിയാറത്ത് ചെയ്യാനും പാകത്തിൽ നബിയുടെ ഖബർ ആക്കാതിരിക്കാൻ നബി ആഗ്രഹിച്ചു. അതും കൂടി മുൻനിർത്തിയായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിശ്ചയിച്ചത്. ഇതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുകയാണ്. സ്വഹാബത്തിന്റെ അരികിലേക്ക് ആ വാർത്തയെത്തി. സ്വഹാബത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാനാകാതെ അവർ സ്തബ്ധരായി. പലർക്കും ബോധക്ഷയം സംഭവിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ നാം പറഞ്ഞു. ഒരു പിഞ്ചു കുഞ്ഞ് പിറുപിറുക്കുന്നത് പോലെ, നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ വാളുകൊണ്ട് ശരിയാക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഉമർ സ്വഹാബത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മാനസിക നില തെറ്റി. എന്താണ് ഈ രംഗം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ വീട്ടിലേക്ക് എത്തി. ഉമർ സംസാരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന്. അദ്ദേഹം നേരെ ഉമറിനെയോ ജനങ്ങളെയോ ശ്രദ്ധിക്കാതെ ആയിഷ ബീവിയുടെ റൂമിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അവിടുന്ന് ആ മുഖത്തെ മറനീക്കി അവിടുത്തെ നെറ്റിയിൽ ചുംബിച്ചു, കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഗദ്ഗദത്തോടെ പറഞ്ഞു, തിബ്ത ഹയ്യൻ വ മയ്യിതൻ, അല്ലാഹുവിന്റെ റസൂലെ, ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും താങ്കൾ എത്ര പരിശുദ്ധനാണ്. വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക ബൈന മൗതതൈൻ, അല്ലാഹു സത്യം, അല്ലാഹു ഒരിക്കലും താങ്കൾക്ക് രണ്ടു മരണം വിധിച്ചിട്ടില്ല. അമ്മൽ മൗതതു അല്ലതി കതബഹ അല്ലാഹു അലൈക ഫഖദ് ദുഖ്തഹാ, അല്ലാഹു താങ്കൾക്ക് വിധിച്ച ഒരേ ഒരു മരണം ഇതാ, താങ്കൾ അനുഭവിച്ചിരിക്കുന്നു, താങ്കൾ മരിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം നേരെ സ്വഹാബത്തിന്റെ അരികിലേക്ക് നടന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദിക്കുകയാണ്. ഉമറിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഉമർ കേട്ടില്ല. റളിയല്ലാഹു അൻഹു, അലാ റിസ്ലിക യാ അയ്യുഹൽ മുതകല്ലിം, ഓ സംസാരിക്കുന്നവൻ അടങ്ങി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അദ്ദേഹം കേട്ടില്ല. കാരണം അദ്ദേഹം മാനസിക നില തെറ്റിയിട്ടാണുള്ളത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ നേർക്ക് തിരിഞ്ഞു.
ഹംദ് പറഞ്ഞു, അള്ളാഹുവിനെ പുകഴ്ത്തി. എന്നിട്ട് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരം നിർത്തി. അദ്ദേഹം അടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅ്ബുദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണോ മുഹമ്മദിനെ ആരാധിച്ചത്, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, മുഹമ്മദ് ഒരു മനുഷ്യനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്, ആരാണോ മനുഷ്യരെ പടച്ച റബ്ബുൽ ആലമീനെ ആരാധിച്ചത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അവനിതാ ഇന്നും ജീവിച്ചിരിക്കുന്നു, ഒരിക്കലും മരിക്കാതെ. ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇബാദത്തിന് അർഹനല്ല. അവിടുന്ന് മരിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു പടപ്പായതുകൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം ആയത്ത് ഓതി. ചില ഹദീസുകളിൽ കാണാം 2 ആയത്തുകൾ അദ്ദേഹം ഓതി. ഒന്നാമത്തെ ആയത്ത് എന്തായിരുന്നു? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. അതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ തെളിവായി കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തെളിവായി കൊണ്ടുവന്ന ആയത്ത് സൂറത്തു സുമറിലെ ആയത്ത്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. നബിയെ, താങ്കൾ മരിക്കുന്നവനാണ്, ഇവരെല്ലാവരും മരിക്കുന്നവരാണ്. വതലാ ഖൗലഹു തആല. പിന്നെയും അദ്ദേഹം ആയത്ത് ഓതി. സൂറത്തു ആല ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നൊരു അഭ്യൂഹം ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരത്തി. അക്കൂട്ടത്തിൽ ഈമാൻ ദുർബലരായ ആളുകൾ ഉണ്ടായിരുന്നു. അവർ പലരും പിന്തിരിഞ്ഞോടി. ആ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിയ ആയത്താണിത്. വമാ മുഹമ്മദുൻ, അദ്ദേഹം അതോതി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്, അല്ലാഹു അല്ല, പടച്ചവനല്ല. അദ്ദേഹത്തിന് മുമ്പ് മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അവരാരും മരിക്കാതെ കാലാകാലം ജീവിച്ചിട്ടില്ല. അഫ ഇമ്മാത, എന്നിട്ട് ഓതാണ് അഫ ഇമ്മാത, അദ്ദേഹമെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയാണെങ്കിൽ, ഔ ഖുതില, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ, ഇൻ ഖലബ്തും അലാ അഖാബിക്കും, നിങ്ങൾ പുറംതിരിഞ്ഞോടുകയാണോ, നിങ്ങൾ ദീൻ കൈവിട്ട് തിരിഞ്ഞു കളയുകയാണോ, വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ, ആരാണോ ഈ ദീനിൽ നിന്ന് പുറംതിരിയുന്നത്, പിൻവാങ്ങുന്നത്, അവർ അല്ലാഹുവിനൊരു ദ്രോഹവും ചെയ്യുന്നില്ല, മറിച്ച് അവർ അവർക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നവരാണ്. വസയജിസില്ലാഹു ശാകിരീൻ, അല്ലാഹു അവന് നന്ദിയുള്ളവർക്ക് പ്രതിഫലവും സ്വർഗവും നൽകുന്നതാണ് എന്ന് അദ്ദേഹം ഈ ആയത്ത് ഓതി അവരെ ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അവർക്ക് ബോധ്യപ്പെട്ടു. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണേ സത്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ, ഇതെപ്പിറങ്ങിയ ആയത്താണ്? ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്ത്. അബൂബക്കറിന്റെ നാവിൽ നിന്ന് ഞങ്ങൾ ഇത് കേട്ടപ്പോൾ അപ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ന് തോന്നുമാറ് ഈ ആയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കി. പിന്നീട് ഈ ആയത്തുകൾ കേട്ട ഓരോ സഹാബിയും ഈ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്തു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അവരുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ. ഇതായിരുന്നു സഹാബത്തിന്റെ പാരമ്പര്യം. നോക്കൂ നിങ്ങൾ, അവർക്ക് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് അല്ല, മുസ്ലിം ഉമ്മത്തിലെ ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ് നബിയുടെ മരണം. അതിന് നേർക്കുനേരെ സാക്ഷിയായവരായിരുന്നു സ്വഹാബത്ത്. ദുനിയാവിൽ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ പ്രതിസന്ധിയിൽ നബിയുടെ മരണം ഉൾക്കൊള്ളാതെ ധീരനായ ശൂരനായ പിശാച് വഴിമാറി സഞ്ചരിക്കപ്പെടുന്ന ഉമർ പോലും മനോനില തെറ്റി നബി മരിച്ചു എന്ന് പറയുന്നവരെ ശിരസറുക്കുമെന്ന് പ്രഖ്യാപിച്ച വേളയിൽ ആയത്തോതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ച് നബിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ കീഴടങ്ങി. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു എന്ന് കേട്ടാൽ, അള്ളാന്റെ ദീൻ ഇതാണെന്ന് കേട്ടാൽ സ്വഹാബത്തിന്റെ പാരമ്പര്യം ഇതായിരുന്നു. ഏതു പ്രതിസന്ധിയിലും സമിഅ്നാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഈ സംഭവത്തിൽ ഏറ്റവും വലിയ പാഠം ഇതാണ്. സ്വഹാബത്തിന്റെ നാവിൽ പിന്നീടായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ അദ്ദേഹത്തിനും ഈ അവസ്ഥ അനുഭവപ്പെട്ടു എന്നാണ്. ആദ്യമായി ആയത്ത് കേൾക്കുന്നത് അദ്ദേഹം നിലംപതിച്ചു എന്നാണ്, അദ്ദേഹം ബോധരഹിതനായി എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും
അള്ളാഹുവിന്റെ ആയത്തിലേക്ക് കീഴൊതുങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലിൽ അദ്ദേഹം സംയമനം പാലിച്ചു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പറയാനിരിക്കുന്ന വിഷയം, ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയോടുള്ള സ്നേഹപ്രകടനത്തിൽ അതിരുകവിഞ്ഞിട്ടുള്ള ആളുകൾ, മൗലീദാഘോഷത്തിന്റെ വക്താക്കൾ, നബിദിനവാദികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചിട്ടില്ല എന്ന വാദം അവരിൽ പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കൂട്ടത്തിലെ സൂഫി ത്വരീഖത്തിന്റെ വക്താക്കൾ നബി മരിച്ചിട്ടില്ല പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ദുനിയാവിൽ അവിടുന്ന് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിച്ചിരിക്കുന്നുണ്ട് പോലും. എന്തിനാണ് ഇവർ ഈ വാദം പറയുന്നത്? എന്താണ് ഇതിന്റെ അപകടം? എങ്കിൽ അവർക്ക് അള്ളാന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാനെ വിളിച്ച് തേടുന്ന പോലെ തേടാം, ഇസ്തിഗാസ ചെയ്യാം, പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്തു പറയാം? നബിയെ മരിച്ചവരോടാണല്ലോ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത്, മരിച്ചവരോടാണല്ലോ സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ലാത്തത്. നബിയെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ്? നബി മരിച്ചിട്ടില്ല. നബി ദുനിയാവിൽ ജീവിച്ചിരുന്നത് പോലെ ഖബറിലും അവിടുന്ന് ജീവിച്ചിരിക്കുന്നു. നബി ഖബറിനടിയിലായാലും ഖബറിന് മുകളിലായാലും അവിടുത്തെ ജീവിതം ഒരുപോലെയാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് സമാനമല്ല നബിയോടുള്ള തേട്ടം. അവിടുന്ന് ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയാൻ, അവരെ പച്ചയായ ശിർക്കിനെ ന്യായീകരിക്കാൻ, അതിനാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അപകടകരമായ വാദമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ഇതിനെ ബുദ്ധിപരമായും പ്രാമാണികമായി നേരിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ പറയുന്നത് പോലെ നബി ദുനിയാവിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഖബറിലും. അവിടുന്ന് ഖബറിനടിയിലായി എന്നേ ഉള്ളൂ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നത് പോലെ ഖബറിലും അവിടുത്തേക്ക് ജീവിതമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അവർക്കുള്ള മറുപടി, ഒന്നാമതായി, ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൊട്ട് സകല സ്വഹാബത്തിനെയും നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ സകല പണ്ഡിതന്മാരെയും ഇമാമിയങ്ങളെയും ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങളെ നമ്മൾ കാഫിറുകൾ എന്ന് വിളിക്കേണ്ടി വരും. കാരണം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഉമറിനെ പോലും ശബ്ദനാക്കുന്ന വിധത്തിൽ ആയത്തോതി നബിയുടെ മരണം സ്ഥിരീകരിച്ചല്ലേ? അല്ലേ? എന്താ പറഞ്ഞത്? നബിയെ, താങ്കൾക്ക് 2 മരണം അള്ളാഹു വിധിച്ചിട്ടില്ല. അള്ളാഹു വിധിച്ച ഒരേ ഒരു മരണം ഖദ് ദുഖ്തഹ, താങ്കൾ ഇത് അനുഭവിച്ചിരിക്കുന്നു. എന്നിട്ട് ആയത്തോട് തന്നെ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, താങ്കൾ മരിക്കുന്നവരാണ്, അവർ മരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ആയത്താണിത്. അഫ ഇമ്മാത ഔ ഖുതില, നബി മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താലെന്ന് അള്ളാഹു പറയാണ്. അപ്പൊ നബിക്ക് മരണമുണ്ടാകും. നബി മരിക്കുമെന്നത് ഖുർആനും സുന്നത്തും അറിയിക്കുന്ന, ബുദ്ധി അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത് വാദിക്കുന്നവരെന്താ ചെയ്യുന്നത്? ഇത് വിശ്വസിക്കുന്ന ആളുകൾ അവർ കാഫിറുകളാണെന്നാണ് അവർ വാദിക്കുന്നത്. എന്താണ് കാരണം? നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നത് പോലെ ഖബറിലും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായ അതിനുള്ള മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നബിയുടെ ആ ശരീരത്തിൽ നമ്മളൊരു മണ്ണിന്റെ പൊടി, ഒരംശം ഒരാൾ മനഃപൂർവ്വം ഇട്ടാൽ നബി അപമാനിച്ച ഏറ്റവും വലിയ ഉദാഹരണമായി അതിനെ വിലയിരുത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ നബിയുടെ ശരീരത്തിൽ കൊണ്ടുപോയി ഒരു പിടിമണ്ണിട്ടാൽ എന്താ നമ്മൾ അവനെ കുറിച്ച് പറയാം? അവൻ കാഫിറോ മുസ്ലിമോ? അവൻ കാഫിറാണ്. കാരണം അത് നബിയെ അപമാനിക്കലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അപമാനത്തിന്റെ ഏതൊരു താഴ്ന്ന അവസ്ഥ പോലും ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ഇവര് പറയുന്ന പോലെ ദുനിയാവിൽ ജീവിച്ച പോലെ നബി ഖബറിലും ജീവിക്കുന്നു പറയുമ്പോൾ ജീവനുള്ള നബിയെ ഖബറിൽ മറമാടി കുഴിച്ചുമൂടി മണ്ണ് വാരിയിട്ടു എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപമാനമാണത്, എത്ര വലിയ ധിക്കാരമാണത്, നബിയോടുള്ള എത്ര വലിയ അനാദരവാണത്. അങ്ങനെ ചെയ്തവൻ കാഫിറായി പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സ്വഹാബത്തല്ലേ ഇത് ചെയ്തത്? ഇവരുടെ വാദം എങ്ങോട്ടേക്കാണ് എത്തുന്നത്? സ്വഹാബത്തിനെ വരെ തക്ഫീർ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. സാക്ഷാൽ ഷിയാക്കളുടെ വാദത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് ദുനിയാവിൽ ജീവിച്ചതുപോലെ ഖബറിലും ജീവിക്കുന്നു എന്ന വാദം ബുദ്ധിപരമായും തെളിവുകൾ കൊണ്ടും വൻ അബദ്ധമാണ്. മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം കുഫ്റാരോപിപ്പിക്കുന്ന വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചിരിക്കുന്നു. അവിടുത്തെ ജീവിതം ബർസഖിലാണ്. എന്താണ് അതിന്റെ രഹസ്യം? നമുക്കറിയുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് നമ്മൾ പറഞ്ഞു, മറ്റു മനുഷ്യരുടെ മയ്യിത്തുകൾ ജീർണിക്കുന്നത് പോലെ ജീർണിക്കുകയില്ല, മണ്ണ് തിന്നുകയില്ല. പക്ഷെ അവിടുത്തെ ജീവിതം ദുനിയാവിലെ ജീവിതം പോലെയാണോ ബർസഖിലെ ജീവിതം? ഒരിക്കലുമല്ല. ബർസഖിൽ എല്ലാ മുസ്ലിമിനും ജീവിതമുണ്ട്, എല്ലാ മനുഷ്യർക്കും ജീവിതമുണ്ട്, കാഫിറിനുമുണ്ട്, മുസ്ലിമിനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ മറമാടി നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരകന്നു കഴിഞ്ഞാൽ മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ എല്ലാ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് അവരെ റൂഹിനെ നിക്ഷേപിക്കും. അവിടെ നമുക്ക് വേറെ തരത്തിലുള്ള ജീവിതമുണ്ട്. ദുനിയാവിലെ ജീവിതം പോലെയാണോ? അല്ല. എന്താണ് അതിന്റെ രസം? നമുക്ക് അറിയില്ല. കാരണം എന്താ? ആരും മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വന്ന ഇന്ന പോലെയൊക്കെയാണ് ഖബറിലുള്ളത് എന്ന അനുഭവങ്ങൾ ആരും പങ്കുവച്ചിട്ടില്ല, ആരും അനുഭവക്കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല ഖബറിൽ പോയി തിരിച്ചു വന്നിട്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അജ്ഞാതമാണ്, ഗൈബാണ്. എന്നാൽ അവിടെ ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട്. അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. അത് നമ്മൾ അനുഭവിക്കും. ഖിയാമത്ത് നാൾ വരെ മരിച്ചു മണ്ണായി ഒന്നും അനുഭവിക്കാതെ കിടക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ ജീവിതം അജ്ഞാതമാണ്. ബർസഖിലെ ജീവിതം ദുനിയാവിലെ ജീവിതം പോലെയല്ല. ഇതാണ് നബിയുടെ ഖബറിലെ ജീവിതത്തെക്കുറിച്ചാണെങ്കിലും ഓരോ മുസ്ലിമിന്റെയും മനുഷ്യന്റെയും ഖബറിലെ ജീവിതത്തെക്കുറിച്ചാണെങ്കിലും നമ്മുടെ വിശ്വാസം. പക്ഷേ അമ്പിയാക്കളുടെ ഭൗതിക ശരീരം അത് ജീർണിക്കുകയില്ല, മണ്ണ് തിന്നുകയില്ല എന്ന പ്രത്യേകത കൂടി നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മുടെ റൂഹ് ശരീരവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ റൂഹും നമ്മുടെ ഭൗതിക ശരീരവും തമ്മിൽ 5 രൂപത്തിലുള്ള ബന്ധമുണ്ട് പണ്ഡിതന്മാർ പറയുന്നു. ഒന്നാമത്തെ ബന്ധം, നമ്മൾ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമുള്ളപ്പോൾ, 120 ദിവസം പ്രായമുള്ളപ്പോൾ ഹദീസിൽ വന്നതുപോലെ, ആ ഹദീസ് നമ്മൾ ഈ അടുത്തിടെ ഹദീസ് ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് വിശദമായി. അതുവരെ നമ്മൾ മയ്യിത്താണ്. 4 മാസ പ്രായമെത്തുന്നത് വരെ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജനീനിന്റെ അവസ്ഥ മയ്യിത്താണ്. നമ്മുടെ ആദ്യത്തെ മരണം അതാണ്. ഗർഭപാത്രത്തിൽ ബീജഗണമായി നമ്മൾ വളർന്ന് അള്ളാഹു റൂഹ് ഊതുന്നത് വരെയുള്ള ആ കാലഘട്ടം നമ്മൾ മയ്യിത്താണ്. പിന്നീട് റൂഹ് നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഈ 4 മാസമാകുമ്പോഴാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് വരുന്നു. ആ മലക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം റൂഹ് ഊതുന്നു. ആദ്യമായി നമ്മുടെ ശരീരത്തിൽ റൂഹ് സന്നിവേശിക്കപ്പെടുന്നത് അപ്പോഴാണ്. ഒന്നാമത്. രണ്ടാമതായി, നമ്മൾ പ്രസവത്തോടുകൂടി മാതാവിലൂടെ നമ്മുടെ ജനനം സംഭവിച്ച് ഈ ഭൗതിക ലോകത്തേക്ക് പിറന്നു വീഴുന്നു. നമ്മുടെ ശരീരത്തിൽ റൂഹുണ്ട്. എന്താണ് ജനിച്ചതിന് ശേഷം നമ്മുടെ ശരീരവും റൂഹും തമ്മിലുള്ള ബന്ധം? ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്തില്ലാത്ത പുതുമ എന്താണ്? ജനിച്ചു വീണതിന് ശേഷമാണ് നമ്മുടെ റൂഹിനും ശരീരത്തിനും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ബാധകമാകുന്നത്. അവിടുന്ന് മുക്കല്ലഫായാൽ, പ്രായപൂർത്തിയായാൽ ദീനിന്റെ വിധിവിലക്കുകൾ ബാധകമാകുന്ന റൂഹും ശരീരവും സംഗമിക്കുന്ന വേള ദുനിയാവിലെ നമ്മുടെ ജീവിത കാലഘട്ടമാണ്. ഇത് റൂഹും ശരീരവും ബന്ധിക്കപ്പെടുന്ന രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം, റൂഹും ശരീരവുമായുള്ള ബന്ധം, അതിനെ വിലയിരുത്താൻ സാധിക്കുന്ന മൂന്നാമത്തെ രംഗം നമ്മൾ ഉറങ്ങുന്ന വേളയാണ്. എന്ന് നമ്മൾ ഉറങ്ങുന്നു. ഉറക്കം എന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണ്. അൽ മൗത്തുൽ ഖഫീഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അത് ലഘുവായ മരണമാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അള്ളാഹു നമുക്ക് ജീവിതം ആയുസ് നിശ്ചയിച്ചാൽ ആ റൂഹിനെ തിരിച്ചിട്ട്, അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ നമ്മുടെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ സംഭവിക്കുന്ന പലതും നമ്മൾ അറിയുന്നില്ല, പലതും നമുക്ക് അജ്ഞാതമാണ്. നമ്മുടെ ആത്മാവ് സ്വപ്നലോകത്ത് ഇങ്ങനെ പലയിടത്തും പാറിക്കളിക്കുന്നു. റൂഹ് ഉറങ്ങുന്ന വേളയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഉറക്കം ലഘുവായ മരണമാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ഇങ്ങനെ റൂഹും ശരീരവും വേർപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്നും ഉറങ്ങുമ്പോൾ. അതുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇസ്ലാമികമായ മര്യാദകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും
അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. ഉറങ്ങുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു അഹ്യാന നമ്മൾ ദുആ ചെയ്യുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, മരിക്കുന്നു. മരണമാണ്, ലഘുവായ മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഓർമ്മപ്പെടുത്താണ് നമ്മളെ. ഈ ജീവിതം ഇവിടെ അവസാനിച്ചാൽ കഴിഞ്ഞു നിന്റെ കഥ. ഈ ഉറക്കത്തിലൂടെ ഉറങ്ങി എണീക്കുമ്പോൾ എന്താ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച, ഏതാണ് മരണം? ഉറക്കമെന്ന ലഘുവായ മരണം. അതിനുശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഇതാണ് റൂഹും ശരീരവും ബന്ധപ്പെടുന്ന മൂന്നാമത്തെ രംഗം. നാലാമത്തെ രംഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്ന രംഗം. മരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുന്നു. ആ റൂഹ് വേർപ്പെടുമ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് എന്ന് പറയുന്ന റൂഹ് വേർപ്പെടുന്ന രംഗം. കണങ്കാലും കൂട്ടിപ്പിണയുന്ന റൂഹ് തൊണ്ടക്കുഴിലെത്തി വേർപ്പെടുന്ന രംഗം. പിന്നീട് നമ്മൾ ഖബറിലാകുന്നു. ആ ഖബറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ മറമാടിയതിനു ശേഷം, നമ്മുടെ ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാവരും മടങ്ങിയതിനു ശേഷം ഫതുആദു റൂഹുഹു ഫീ ബദനി, ഹദീസിൽ കാണാം, അവന്റെ റൂഹ് തിരിച്ചവന്റെ ശരീരത്തിൽ തന്നെ നിക്ഷേപിക്കപ്പെടുന്നു. അതാണ് റൂഹുമായി ബന്ധപ്പെടുന്ന അടുത്ത രംഗം, അഞ്ചാമത്തെ രംഗം. സഹോദരങ്ങളെ, ഇങ്ങനെ റൂഹ് സന്നിവേശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് നമുക്ക് ആ റൂഹ് വേർപ്പെടുന്ന ഒരു രംഗമില്ല. ഇതാണ് അവസാനത്തെ രംഗം. ഖബറിലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ റൂഹ് സന്നിവേശിപ്പിക്കപ്പെടും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹുമായി നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിപ്പിക്കും. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നില്ല. നമ്മൾ മരിക്കുന്നില്ല. ഒന്നുകിൽ സുഖങ്ങളുടെ സ്വർഗം, അല്ലെങ്കിൽ ശിക്ഷയുടെ നരകം. ഇതാണ് റൂഹുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അവസാനത്തെ അവസ്ഥ. അവിടെ മരണമില്ല. അപ്പൊ ഇങ്ങനെ വന്നാസു ഇദാ മാതു യുബഅഥൂൻ, മനുഷ്യന്മാർ മരിക്കും. അവർക്ക് മരിച്ചതിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടാകും. അതാണ് ഷെയ്ഖ് അടുത്തതായി പറയുന്നത്. കിതാബുള്ളവർ നോക്കുക. വന്നാസു ഇദാ മാതു യുബഅഥൂൻ, മനുഷ്യർ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാ മനുഷ്യന്മാരും മരിക്കും. ഇദാ മാതു യുബഅഥൂൻ, മരിച്ചതിന് ശേഷം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം ശൈഖുൽ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുകയാണ്. വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു ത്വാഹയിലെ ആയത്ത് അദ്ദേഹം കൊണ്ടുവരാണ്. മിൻഹാ ഖലഖനാകും, ഇതാ ഈ ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, അതിലേക്ക് തന്നെയാണ് നിങ്ങളെ നമ്മൾ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, പിന്നെ വീണ്ടും ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്നു. അതേതാണ് രംഗം? ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഖബറിൽ നിന്ന് മനുഷ്യരെല്ലാം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പുനരുത്ഥാനത്തിന്റെ രംഗം. അള്ളാഹു അതിനെക്കുറിച്ചാണ് വീണ്ടും നിങ്ങളെ മണ്ണിൽ നിന്ന് നാം കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ആദ്യം മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദിമ മനുഷ്യൻ, ആദ്യത്തെ നബി, അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം. എല്ലാ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാൽ അവർ മടങ്ങുന്നത് മണ്ണിലേക്കാണ്, 6 അടി മണ്ണിലേക്ക്. പിന്നെ വീണ്ടും ആ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മരണത്തിന് ശേഷമുള്ള മരിക്കാത്ത ജീവിതം, അത് ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാനമാണ്. അതിലുള്ള വിശ്വാസം, ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളിൽ 5ാമത്തേതായി നമ്മൾ എണ്ണിപ്പഠിക്കുന്നതാണ്. ഖിയാമത്ത് നാളിലുള്ള ഈമാനിന്റെ ഭാഗമാണ് ലോകം അവസാനിക്കും, മരിച്ചവരെല്ലാം വീണ്ടും ജീവിപ്പിക്കപ്പെടും, അവർ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കപ്പെടും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകളും തിന്മകളും വിചാരണ ചെയ്യും, തുലാസിലേറ്റും. പിന്നീട് അവർക്ക് സ്വർഗവും നരകവും വിധിക്കും. അവിടുന്ന് അങ്ങോട്ട് അറ്റമില്ലാതെ മരിക്കാത്ത ജീവിതമായിരിക്കും. ഒന്നെങ്കിൽ സുഖം,
അവർ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ നരകം, അവിടെ അവർ തീരാ ശിക്ഷയിലായിരിക്കും. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഇതാണ് വന്നാസു ഇദാ മാതു യുബ്അസൂൻ, ജനങ്ങൾ അവർ മരിച്ചാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവർക്ക് വീണ്ടും ജീവിതം നൽകപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോക ജീവിതം, മഹ്ശറിലുള്ള വിചാരണ, ഇതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. സഹാബികൾ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞു. ആരാണ് അൽ കയ്യിസ്, ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ദുനിയാവിൽ സ്വന്തം നഫ്സിനെ ആത്മവിചാരണ ചെയ്യുന്നവൻ, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുന്നവൻ, ആ ജീവിതത്തിലേക്ക് വേണ്ടി ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുന്നവൻ, അവനാണ് ബുദ്ധിയുള്ളവൻ. ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് ദുനിയാവിൽ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത്. ദുനിയാവിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്ന പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ സ്വരുക്കൂട്ടുക എന്നത്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കലൊരു മനുഷ്യൻ വന്നു. ഉപദേശം തേടിക്കൊണ്ട് അദ്ദേഹം വന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ആ മനുഷ്യനോട് ചോദിച്ചു, കം അതത അലൈക്, താങ്കൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? അദ്ദേഹം പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സ് പ്രായമുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ആ മനുഷ്യനോടപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രായത്തെ മുൻനിർത്തി പറഞ്ഞു, ഫഅൻത മുൻദു 60 സന തസീറു ഇലാ റബ്ബിക യൂഷികു അൻ തബ്ലുഗ്. അപ്പോൾ 60 വർഷമായി താങ്കൾ അല്ലാഹുവിലേക്കുള്ള സഞ്ചാരത്തിലാണ്, അല്ലാഹുവിലേക്ക് താങ്കൾ യാത്രയിലാണ്. 60 വർഷമായിട്ടുണ്ട്. യൂഷികു അൻ തബ്ലുഗ്, ഇതാ താങ്കളുടെ യാത്ര അവസാനിക്കാറായിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60നും 70നും ഇടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം ആ മനുഷ്യനെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ബോധ്യപ്പെടുത്തി. ഇത് കേട്ടതും ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ വന്നത്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് നാം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ആ മനുഷ്യനോട് വീണ്ടും ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് താങ്കൾക്കറിയുമോ? അല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നമ്മളിത് അധികം പറയാറുള്ളത്? ആരെങ്കിലും മരിച്ചാൽ, ആരുടെയെങ്കിലും മരണവാർത്ത കേട്ടാൽ നമ്മളും ഉരുവിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ വ ഇന്നാ ലില്ലാഹി അബ്ദുൻ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മളല്ല പടച്ചത്, നമ്മൾ ആരും പടക്കാതെ വെറുതെ ഉണ്ടായവരല്ല. നമ്മളെ സൃഷ്ടിച്ചത് റബ്ബാണ്. ശുദ്ധ ശൂന്യതയിൽ നിന്ന് നമ്മുടെ പോലും സമ്മതമില്ലാതെ, നമ്മൾ പോലും അറിയാതെ ഒരു തുള്ളി ബീജഗണമായി, ഒരു രക്തക്കട്ടയായി, പിന്നീട് മാംസക്കഷ്ണമായി, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗർഭസ്ഥ ശിശുവായി, ബാല്യവും കുട്ടിക്കാലവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും പിന്നിട്ട് പിന്നീട് മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നവനായി. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുന്നത്. ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? റബ്ബുൽ ആലമീനായ അള്ളാഹു മാത്രമാണ്. അവനിലേക്കു തന്നെയാണ് നമ്മൾ മടങ്ങുന്നത്. ഇതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇതിന്റെ വിശദീകരണം എന്ന് താങ്കൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞു തന്നാലും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാചകത്തെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മൻ അറഫ അന്നഹു ലില്ലാഹി അബ്ദുൻ, ആരാണോ താൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവാണ് എന്നെ പടച്ചവൻ എന്നറിയുന്നുവെങ്കിൽ,
വഅന്നഹു ഇലൈഹി റാജിഉൻ, അവനിലേക്ക് തന്നെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മടങ്ങിപ്പോകണമെന്ന് ആരാണോ അറിയുന്നതെങ്കിൽ ഫല്യഅലം അന്നഹു മൗഖൂഫ്, അവൻ അറിയണം ആ റബ്ബിന്റെ മുമ്പിൽ അവൻ നിൽക്കേണ്ടി വരും. അതാണ് മഹ്ശറിലെ നിൽപ്പ്. ഖബറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഹദീസുകളിൽ കാണാം, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ഏറ്റവും അടുത്തായി, അതെത്ര അകലത്തിലാണ് എന്നത് ഹദീസിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. സൂര്യൻ ഏറ്റവും അടുത്തായി കഠിന ചൂടിന്റെ കാഠിന്യം സഹിച്ചുകൊണ്ട് നഗ്നപാതുകരായി, വസ്ത്രം ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, ചെരുപ്പില്ലാതെ പിറന്നപടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ മനുഷ്യർ അവർ ചെയ്ത തിന്മകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. ആ കഠിന പരീക്ഷണത്തിൽ നിന്ന് വിചാരണ നേരിടുമ്പോൾ അതിനു മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പിൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ മാത്രമായിരിക്കും. ആ 7 വിഭാഗം അവർ മാത്രമായിരിക്കും ഈ ചൂടിൽ നിന്നും മഹ്ശറിൽ വിചാരണ കാത്ത് നിൽക്കുമ്പോഴുള്ള ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടുക. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് നീ വന്നത്, അവനാണ് നിന്നെ പടച്ചത്, അവനിലേക്കാണ് നീ മടങ്ങുന്നത് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഫല്യഅലം അന്നഹു മൗഖൂഫ്, ഇതുപോലെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ജനിച്ചപടി നിൽക്കേണ്ടി വരും. നമ്മൾ പിറന്നു വീണതുപോലെ അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അത് നീ ഉറപ്പിച്ചോളൂ. ഫല്യഅലം അന്നഹു മൗഖൂഫുൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ അലിമ അന്നഹു മൗഖൂഫുൻ ഫല്യഅലം അന്നഹു മസ്ഊലുൻ. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ അറിഞ്ഞോളൂ, അവന്റെ മുമ്പിൽ ആ നിൽപ്പ് വെറുതെയല്ല. അവിടെ നീ ചോദ്യം ചെയ്യപ്പെടും. നിന്നോട് അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദമിൻ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അൽ അൻ ഖംസിൻ. 5 കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ, അതിനു മറുപടി പറയാതെ ആദമിന്റെ മക്കൾക്കൊരാൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് മഹ്ശറിൽ അവരുടെ കാൽ ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി ഫീമ അഫ്നാ. അവന്റെ ആയുസ്സിനെ പറ്റി ചോദിക്കും. നമുക്ക് അള്ളാഹു നൽകിയ ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത്? ദുനിയാവിന് വേണ്ടിയാണോ അതോ ആഖിറത്തിന് വേണ്ടിയാണോ? സ്വർഗത്തിന് വേണ്ടിയാണോ നശിക്കുന്ന ദുനിയാവിന് വേണ്ടിയാണോ? അതല്ല നരകത്തിന് വേണ്ടി ദുനിയാവിലെ ജീവിതത്തിന്റെ പിന്നാലെ പാഞ്ഞവരാണോ നാം? അള്ളാഹു ചോദിക്കും, ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത്? പിന്നെയും ചോദിക്കും, പ്രത്യേകമായി ചോദിക്കും, വഅൻ ശബാബിഹി ഫീമ അഫ്നാ ഫീമ അബ്ലാ. ഈ ആയുസ്സിന് അള്ളാഹു നൽകിയ യുവത്വം, അതിനെപ്പറ്റി പ്രത്യേകം ചോദ്യമുണ്ടാവും. അതുകൊണ്ട് യുവാക്കൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ, ഈ ചോദ്യം പ്രത്യേകം കാതോർക്കണം. നമ്മുടെ ആയുസ്സിനെ പറ്റി ചോദിച്ചാൽ തന്നെ അവിടെ യുവത്വവും ഏതു പ്രായവും പെട്ടു. പിന്നീട് വീണ്ടും യുവത്വത്തെ പറ്റി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള പ്രായമാണ്. ആ യുവത്വത്തിൽ നമ്മൾ എന്താണോ ശീലിച്ചത്? യുവത്വത്തിൽ നമ്മൾ ഖൈറിലാണോ, ദീനിലാണോ, നന്മയിലാണോ? ഇന്നമൽ ഖൈറു ഫി ശബാബ്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ പിന്നെ അവരിൽ സകല നന്മകളുണ്ടാവും. യുവത്വം മോശമാണോ, വഴിതെറ്റിലാണോ, വഴികേടിലാണോ, തോന്നിവാസത്തിലാണോ, പിന്നെ അവരുടെ അവസാനവും അതുപോലെ ആയിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകും. ഈ യുവത്വത്തെ പറ്റി, എന്തിലാണ് യുവത്വം തൊലച്ചു കളഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അവിടെ മറുപടി പറയണം. പിന്നീട് ചോദിക്കും സമ്പത്തിനെ പറ്റി. 2 ചോദ്യമുണ്ടാകും. മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. ഓരോ ചില്ലിക്കാശ് നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഓരോ ഉറുപ്പികയും എവിടെ നിന്ന് സമ്പാദിച്ചു? അള്ളാന്റെ മുമ്പിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് മാത്രമല്ല, വഫീമ അൻഫഖ, എന്തിൽ ചെലവഴിച്ചു? ഹറാമിലാണോ, ഹലാലിലാണോ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനാണോ, അള്ളാഹുവിനെ ധിക്കരിക്കാനാണോ? അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സമ്പത്തിനെ പറ്റി 2 ചോദ്യം. 5ാമത്തെ ചോദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാദാ അമില ഫീമ അലിം. നീ എന്താണ് പഠിച്ചത്? ദുനിയാവിൽ നീ പഠിച്ചത് എന്താണ്? ദീനാണോ അതല്ല നശിക്കുന്ന ദുനിയാവിന്റെ വിജ്ഞാനങ്ങളാണോ? എന്താണ് നീ അതനുസരിച്ച് പ്രവർത്തിച്ചത്? ഈ ചോദ്യം ദുനിയാവിലെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റൊക്കെ നേടിയെന്നുള്ളതിനെ പറ്റിയാണോ? ദുനിയാവിൽ വലിയ ലക്ഷങ്ങൾ മുടക്കി
നമ്മൾ പഠിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾ ഒരു ഉപകാരം ദുനിയാവിൽ തന്നെ പലപ്പോഴും ഇല്ലാത്ത ദുനിയാവിന്റെ വിജ്ഞാനങ്ങളെ പറ്റിയാണ് അള്ളാഹ് അവിടെ ചോദിക്കുന്നത്. എന്തു പഠിച്ചു എന്ന്. ഞാൻ ഡിഗ്രി നേടി, ഞാൻ PG എടുത്തു, ഡബിൾ PG ആണ്, ഡോക്ടറേറ്റ് ആണ്, എന്റെ അവസാനത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതിനുത്തരമാകുമോ? എന്തു പഠിച്ചു? അള്ളാന്റെ ദീനിൽ നിന്ന്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്തു പഠിച്ചു? ചോദ്യമുണ്ടാകും. അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിച്ചു മരിച്ചാണ് നമ്മൾ സ്വർഗത്തിൽ അള്ളാഹിനെ കണ്ടുമുട്ടത്. എന്താണ് നീ അതനുസരിച്ച് പ്രവർത്തിച്ചത്? പഠിച്ചത് പഠിക്കാനും അറിയാനും കേൾക്കാനും മാത്രമല്ല, ജീവിതത്തിൽ പ്രവർത്തിക്കാനാണ്. കാരണം അത് നിന്റെ ജീവിതമാണ്. എന്താണ് നീ അള്ളാന്റെ ദീനിൽ നിന്ന് പഠിച്ചത്? എന്താണ് അതനുസരിച്ച് പ്രവർത്തിച്ചത്? അള്ളാഹു ചോദിക്കുമെന്നാണ്. ഇതിനു മറുപടി പറയാതെ നമ്മുടെ കാലനക്കാൻ സാധിക്കുകയില്ല. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ ഫല്യഅലം അന്നഹു മസ്ഊൽ. അതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് നീ മനസ്സിലാക്കിക്കോളൂ. അവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. എന്നിട്ട് അവസാനമായി അദ്ദേഹം പറഞ്ഞു, വമൻ അലിമ അന്നഹു മസ്ഊൽ ഫല്യഉദ്ദ ലിസുആലി ജവാബൻ. അപ്പൊ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുമെന്ന് ഉറപ്പാണ്, നമ്മൾ മരിക്കുമെന്നത് ഉറപ്പാണ്, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നത് ഉറപ്പാണ്, അള്ളാഹിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടി വരുമെന്നതും ഉറപ്പാണ്. അള്ളാഹ് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ആ മറുപടി നമ്മൾ എവിടുന്ന് കണ്ടെത്തും? എവിടെ നിന്നാണ് നമ്മൾ ആ മറുപടി സമ്പാദിക്കുക? അതുകൊണ്ട് വമൻ ആലിമ അന്നഹു മസ്ഊൽ ഫല്യഉദ്ദ ലിസുആലി ജവാബൻ. ആരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തിരിച്ചറിയുന്നത്, അവൻ അറിഞ്ഞുകൊള്ളട്ടെ, ആ ചോദ്യത്തിന് അവൻ ഉത്തരം കണ്ടെത്തിക്കൊള്ളട്ടെ, ഉത്തരമൊരുക്കിക്കൊള്ളട്ടെ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള വേദിയാണ് ഈ ദുനിയാവ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം സമ്പാദിക്കാനുള്ള കേവല പരീക്ഷണത്തിന്റെ കാലഘട്ടം മാത്രമാണ് ഈ ദുനിയാവ്. പരലോകത്തെ മഹാപരീക്ഷ, പരലോകത്തെ ഈ എക്സാമിനേഷനിൽ വിജയം നേടാൻ നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന പഠനങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കേണ്ടുന്ന പരീക്ഷണ വേദി മാത്രമാണ് ഈ ദുനിയാവ്. അത്രയുള്ള ദുനിയാവ്. ദുനിയാവിന് അങ്ങനെയാണ് ഒരു മുസ്ലിം മുഅ്മിൻ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച് മരിക്കേണ്ടവനല്ല ബുദ്ധിയുള്ള മുസ്ലിം. സഹോദരങ്ങളെ, 60 വയസ്സ് പ്രായമുള്ള മനുഷ്യന്റെ ആയുസ്സിനെ മുൻനിർത്തി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മളെല്ലാവരും പറയുന്ന ആ വാക്കിനെ മുൻനിർത്തി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് കൊടുത്ത ഉപദേശം നോക്കൂ നിങ്ങൾ. ഇതാണ് മുൻഗാമികളായ ഇമാമിങ്ങളുടെ പാണ്ഡിത്യം. ആളുകളെ ഉപദേശിക്കുമ്പോൾ അവർ കാണിച്ച ഗുണകാംക്ഷ അവർക്ക് ഭൗതികമായ നക്കാപ്പിച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശം. മറിച്ച് കാലാകാലം നിലനിൽക്കുന്ന പരലോകത്തെ സുഖങ്ങൾ നേടാനുള്ള ഉപദേശങ്ങളാണ് അവർ നൽകുക. ദുനിയാവിൽ നീ അത് നേടൂ, ഇത് നേടൂ, ആ മാർഗം തേടൂ, ഈ മാർഗത്തിന്റെ പിന്നാലെ പോകൂ എന്നവർ ഉപദേശിക്കുകയില്ല. പരലോകത്ത് ദുനിയാവിലെ കാറ്റും ചൂടും കോളും തണുപ്പും ഏൽക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളല്ല അവർ സ്വന്തം മക്കൾക്ക് കുടുംബത്തിന് നൽകുക. പരലോകത്ത് നശിക്കാത്ത പരലോകത്തെ കാറ്റും ചൂടും കഠിനമായ നരകത്തിലെ തണുപ്പും ഏൽക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും അവർ നൽകുക. ഇത് കേട്ടപ്പോ ആ മനുഷ്യൻ ചോദിച്ചു പോയി, ഫമൽ ഹൈല. എങ്കിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് അതിനുള്ള മാർഗം? അള്ളാഹിന്റെ മുമ്പിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അതിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എന്താണ് അതിനുള്ള പോംവഴി? എന്താണ് അതിനുള്ള സൂത്രവാക്യം? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യസീറ, അത് വളരെ നിസാരമാണ്. എന്നിട്ട് അദ്ദേഹം ഉപദേശിച്ചു, അഹ്സിൻ ഫീമാ ബഖി യഗ്ഫിറു ലക മാ ഖദ് മളാ. സഹോദര, നിന്റെ ശേഷിക്കുന്ന ജീവിതം, നീ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. ദുനിയാവിലെ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, അത് കഴിഞ്ഞുപോയി. ഖദ് മളാ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. നാളെ കുറച്ചും കൂടി കഴിയട്ടെ, ചെറിയ പ്രായമല്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ല, പഠിക്കാണ്, യുവാവാണ്, പെണ്ണ് കെട്ടട്ടെ, പെണ്ണ് കെട്ടിയ കുട്ടികളാകട്ടെ, കുട്ടികളായി കഴിഞ്ഞാൽ തല നിരക്കട്ടെ, തല നിരച്ച പേരെ കുട്ടികളാവട്ടെ, മക്കളെ കെട്ടിക്കട്ടെ. മരിക്കുന്നതിന്റെ തലേന്ന് വരെ ഇതായിരിക്കും ചിന്ത. കഴിയട്ടെ കഴിയട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും ബാക്കിയുണ്ടല്ലോ ആയുസ്സെന്നാണ്. നാളെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ലഅല്ലക ലാ തുദ്രിക്, നാളെ നീ ബാക്കിയാകുമെന്ന് ഒരു ഉറപ്പില്ല, ഒരു ഉറപ്പുമില്ല. രാവിലെ ആയാൽ നീ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ പിറ്റേന്ന് നേരം വെളുക്കുമെന്നും പ്രതീക്ഷിക്കണ്ട. മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണി നീ ജീവിച്ചോ. ദുനിയാവിൽ പരദേശിയെ പോലെ, പ്രവാസിയെ പോലെ, വഴിപോക്കനെ പോലെ നീ ജീവിച്ചോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചതുപോലെ. അതുകൊണ്ട് നീ
കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണ്ട, വരാനിരിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണ്ട. നീ ഇന്ന് മുതൽ ഇന്ന് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരം. ഇന്ന് നീ നന്നായി ജീവിച്ചു. ഇപ്പോൾ മുതൽ നീ നിന്റെ ശേഷിക്കുന്ന ജീവിതം നന്നാക്കിക്കോ. യഗ്ഫിറു ലക മാ ഖദമ അല്ലാഹ്, അല്ലാഹു കഴിഞ്ഞതും വരാനിരിക്കുന്നതും നിനക്ക് പുറത്തുതരും. ഇപ്പോൾ നീ നന്നായി ജീവിച്ചാൽ നിനക്ക് വരാനിരിക്കുന്ന നിന്റെ ജീവിതവും അല്ലാഹു മെച്ചപ്പെടുത്തതാക്കും. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകൾ അല്ലാഹു ഓർത്തു നൽകും. ഫഇന്നക ഇൻ അസഅത, പക്ഷേ കേട്ടിട്ടും ഉപദേശങ്ങൾ കാതിലൂടെ ഹൃദയത്തിലേക്ക് തട്ടിപ്പോയിട്ടും നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കൊത്തിവെക്കാതെ, നിന്റെ ജീവിതത്തിൽ അത് സ്വാധീനിക്കാതെ, എത്ര കേട്ടിട്ടും എത്ര ഉപദേശിക്കപ്പെട്ടിട്ടും നിനക്കൊരു മാറ്റവുമില്ലെങ്കിൽ, ഭാവിയിൽ ഇനിയും മോശമായി ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, റമദാനുകൾ വർഷാവർഷങ്ങളിൽ കഴിഞ്ഞു പോയിട്ടും റമദാനിന് മുമ്പത്തേക്കാൾ ശവ്വാലിന് ശേഷം നീ വഴികേടിലേക്ക് അപഥസഞ്ചാരം നടത്തിയിട്ടും നിനക്കൊരു വീണ്ടും വിചാരമില്ലെങ്കിൽ, ആത്മവിചാരണ നീ സ്വയം നടത്തുന്നില്ല എങ്കിൽ, ഇനിയും മോശമാകാനാണ് ഭാവിയിൽ നിന്റെ ഉദ്ദേശമെങ്കിൽ, നിന്റെ ശേഷിക്കുന്ന ജീവിതവും കഴിഞ്ഞകാല ജീവിതവും അല്ലാഹു പിടികൂടും. നിന്റെ പാപങ്ങൾ നിനക്കെതിരാകും. നിന്റെ കണ്ണും കാതും കയ്യും കാലും തൊക്കും രോമവും നിനക്കെതിരെ പരലോകത്ത് സാക്ഷി പറയുന്ന രംഗമുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരും. അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ മറുപടി കണ്ടെത്തേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഈ ദുനിയാവിലെ ജീവിതം. അവിടെ ഉത്തരം കണ്ടെത്താനുള്ള പരീക്ഷയാണ് ഈ ദുനിയാവ് നമ്മൾ നേരിടുന്നത്. അതിനുവേണ്ടി ജീവിക്കണമെന്ന ബോധം എപ്പോഴും മനുഷ്യനുണ്ടാകണം. ഈ ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലില്ലയോ, അവൻ നശിച്ചതാണ്. ഈ ചിന്ത ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വേർപ്പെടുന്നുവോ, അവൻ മൃഗതുല്യമാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്താണ് അതിനുള്ള പോംവഴി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മഹ്ശറിൽ അള്ളാഹിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള പോംവഴി എന്താണ്? ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നന്നാക്കുക. ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക. ആത്മാർത്ഥമായി അള്ളാഹുവിനെ ബോധിപ്പിക്കുന്ന, അവന്റെ മുമ്പിൽ കണ്ണുനീർ വാക്കുന്നവനാകുക. ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് മടങ്ങില്ല എന്ന് ഇപ്പോൾ, ഇന്ന്, ഈ നിമിഷം നീ ദൃഢനിശ്ചയം ചെയ്യുക, തൗബ ചെയ്യുക. അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കുന്ന തൗബ ചെയ്യുന്നവൻ, കമല്ലാ ദംബല അത്താഇബു മിൻ ദംബിഹി കമല്ലാ ദംബല, തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തവൻ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരെ പോലെയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സകല തിന്മകളും പുറത്തു നൽകുന്നവനാണ്. അവൻ കാരുണ്യവാനാണ്. അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഈ നിമിഷം, ഇന്നു മുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, നന്മകളിൽ സഞ്ചരിക്കുക. അള്ളാഹു ശേഷിക്കുന്ന ജീവിതവും കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകൾ നമുക്ക് പരിഹരിച്ചു തരും. നന്നാകാൻ തീരുമാനമില്ലെങ്കിൽ, ഇനിയും സാവകാശത്തിന് വേണ്ടി നീ കാത്തിരിക്കുകയാണെങ്കിൽ, നിന്റെ വ്യാമോഹങ്ങളുമായി നീ പരലോകത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, ദുനിയാവിന്റെ നിന്റെ മോഹങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിൽ, നിന്റെ കഴിഞ്ഞകാല ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും അള്ളാഹു പിടികൂടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.